എല്ലാവർക്കും നമസ്കാരം. കാട്ടാളൻ ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ ഷൂട്ടിംഗ് തുടങ്ങി അന്ന് മുതൽ പബ്ലിസിറ്റിയിലാണ്. അപ്പോൾ അന്ന് മുതൽ വെയിറ്റിംഗ് ആണ്. അതാ സിനിമ വന്നത് ഇന്നലെയാണ്. ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇന്നാണ് കണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ അത്ര മികച്ച അഭിപ്രായങ്ങളൊന്നും സിനിമയ്ക്കില്ലായിരുന്നു, എങ്കിലും കാണണമല്ലോ, അതുകൊണ്ട് കണ്ടു. അങ്ങനെ നമ്മളെ പ്രൊഡ്യൂസർ മാർക്കോയുടെ പ്രൊഡ്യൂസറിന്റെ രണ്ടാമത്തെ സിനിമ, ആ സുന്ദരനായ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദിന്റെ രണ്ടാമത്തെ സിനിമ, സംവിധാനം പോൾ ജോർജ്. പിന്നെ സിനിമ മൊത്തത്തിൽ ഒരു ഗ്രാൻഡ് ബഡ്ജറ്റാണ്. കാടാണ്, കാട്ടാനയുടെ കൊമ്പെടുക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഹണ്ടിങ് ഒക്കെയാണ്. പിന്നെ ട്രെയിലറൊക്കെ വന്നു. വെറും തീയും പുകയും വെടിയും അടിയും പിടിയും മാത്രമേ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടുകളയാന്ന് വിചാരിച്ചു. കണ്ടു. വലിയ റിവ്യൂസ് ഒന്നും നോക്കണ്ട, എനിക്ക് എൻ്റെതായ അഭിപ്രായം ഒന്ന് അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് കണ്ടു. അങ്ങനെ ഇന്നാണ് കണ്ടത്. സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്കാണ്. ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്തെടുത്തൊരു സിനിമയാണ് എന്ന് അത് കാണുമ്പോൾ തന്നെ അറിയാം. അതറിയിക്കാൻ വേണ്ടി അതിൻ്റെ അവസാനം കുറച്ച് ഷൂട്ടിംഗ് പോർഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഹാർഡ് വർക്കിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആ ഹാർഡ് വർക്കിന്റെ ഔട്ട്പുട്ട് സിനിമയുടെ മേക്കിങ്ങിലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് അസാധാരണമായ മേക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു കിടിലം മേക്കിംഗ് എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഈ VFXന്റെ അതിപ്രസരമൊന്നും ഇല്ലാത്ത രീതിയിൽ കാണിക്കുന്ന പല സീനുകളും ഒറിജിനലാണ്. സ്റ്റണ്ട് സീൻസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. കിടിലം സ്റ്റണ്ട് സീൻസ് ആണ്, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഒരു മലയാള സിനിമയാണ് കാണുന്നതെന്ന് തോന്നിക്കാത്ത വിധത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് സിനിമ. മേക്കിംഗ് എൻജോയ് ചെയ്യാൻ സിനിമ തീർച്ചയായും കാണാം. പക്ഷേ മേക്കിംഗ് മാത്രം കണ്ടാൽ ഒരു സിനിമയാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഒരു വൻ പരാജയം എന്നുള്ള ഒരവസ്ഥയിലോട്ട് പോകും. അതിന്റെ റൈറ്റിംഗ് സൈഡ്, അതായത് കഥ, തിരക്കഥ, സംഭാഷണം, ഇത്രയും വളരെ 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 വീക്കായിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ മേക്കിംഗ് ഒന്നും നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയാണ് കാണുന്നത് എന്ന് കണക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള ഒരു കൂട്ടം രംഗങ്ങൾ ഇങ്ങനെ കണ്ട ഒരു ഫീലാണ് മൊത്തത്തിലുണ്ടായത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. എന്താണ് കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫ്ലോ എന്ന് പറയുമല്ലോ, നമ്മൾ കണ്ട് തുടക്കത്തിൽ നിന്നും നടുക്കോട്ട് പോയി ഇന്റർവെല്ലിൽ കയറി അത് കഴിഞ്ഞ് അതിന്റെ ക്ലൈമാക്സിലേക്കുള്ള ഒരു സഞ്ചാരമുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യത്തിൽ സിനിമ ഒരു പൂർണ്ണ പരാജയപ്പെട്ടു. പ്രധാന ഉത്തരവാദി കഥ, തിരക്കഥ തന്നെയാണ്. ഇത് തന്നെയാണ്, അതിന് കൂടുതലൊന്നും പറയണ്ട. അതുകൊണ്ട് തന്നെ കാട്ടാളന്റെ ആ ഒരു സ്റ്റൈല്, അതായത് കാട്ടാളൻ എന്നുള്ള ആ ടോട്ടൽ ഫിലിം എല്ലാ പ്രേക്ഷകർക്കും ദഹിക്കണം എന്നില്ല. എല്ലാ പ്രേക്ഷകർക്കും അല്ല, മെജോറിറ്റി ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ആ സിനിമ അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ മേക്കിംഗ് കാണാൻ വേണ്ടി മാത്രം കാണാൻ പോലെ. പക്ഷേ ചിലപ്പോൾ ചില കന്നഡയിലോ തെലുങ്കിലോ തമിഴിലോ ഒക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം എന്ന് തോന്നുന്നു. എനിക്ക് സിനിമയുടെ മേക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലെ ഓരോ ഫ്രെയിമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ സീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രാഫി അടിപൊളിയായിരുന്നു. പിന്നെ ടെക്നിക്കലി പടം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളർ ഗ്രേഡ് ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കണ ആവശ്യമില്ലാത്ത VFX, ഒരിടത്തും നമുക്ക് VFX ഉണ്ടെന്ന് തോന്നാറില്ല. അതിൻ്റെ എക്സ്പ്ലോഷൻ ആയാലും എന്തായാലും, അതാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ പിന്നിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഹാർഡ് വർക്ക് അത് അടിപൊളിയാണ്, അത് കിടിലാണ്, ഞാൻ സമ്മതിച്ചേ പറ്റൂ. ഇത്രയും നല്ലൊരു മേക്കിങ്ങില് ഒരു കുറച്ചുകൂടെ നല്ലൊരു കഥയും തിരക്കഥയൊക്കെ ഉണ്ടാക്കി എടുത്തിരുന്നെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം തന്നെ മലയാളത്തിന് കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ ഒരു സാധനം, ഈ ഒരു സ്റ്റൈലിലൊരു സാധനം മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല. ചെയ്തിരിക്കുന്ന എല്ലാം അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് പക്കയായിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഫീലും തോന്നത്തില്ല. പ്രത്യേകിച്ച് ഈ രോമാഞ്ചം തരാൻ പറ്റുന്ന പല പല രംഗങ്ങളെയും എടുത്ത് ഈ തിരക്കഥ പവർഫുൾ അല്ലാത്തതുകൊണ്ട് കുളമാക്കി വെച്ചു. പഞ്ച് ഡയലോഗുകളൊക്കെ പരിഹാസം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ BGM എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ പുതിയ സിനിമകളുടെ BGM ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ BGM അടിപൊളിയാണ്. പക്ഷേ അതിപ്രസരം, അതായത് തുടങ്ങുന്നതിട്ട് തീരുന്നവരെ, ഒരു വണ്ടി വന്നാലും ഒരാളിറങ്ങിയാലും എന്ത് വന്നാലും ഒരു മര്യാദയ്ക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഭീകരമായിട്ടുള്ള BGM തുടക്കം മുതൽ അവസാനം വരെ ഇട്ട് ചെവി പൊത്തുന്ന അവസ്ഥയിലോട്ട് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്.
അതും നല്ലതാണ്, BGM നല്ലതാണ്. പക്ഷേ BGM തുടക്കം മുതൽ അവസാനം വരെ അമിതമായിട്ട് ഇട്ട് കോളമാക്കി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള BGM ആയിരുന്നു. പിന്നെ പ്രകടനങ്ങൾ കൂടുതലൊന്നും പറയാനില്ല, എല്ലാം ഈ ഗുണ്ട അടി വെടി പോക ഒരു ബഹളം തന്നെ. പിന്നെ ആന്റണി വർഗീസ് പെപ്പെ എനിക്കിഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ഫൈറ്റ് സീൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഒരു ഫിലിം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ലുക്കും കൊള്ളാം. പിന്നെ ബോഡിയൊക്കെ ഒന്ന് ഒതുക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ശരിക്കും ഒരു ഹീറോ എന്നുള്ള ഒരു ഫീല് സിനിമയ്ക്കകത്ത് കിട്ടും. അപ്പോൾ കൂടുതലൊന്നും ഈ സിനിമയെ പറ്റി പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, മെജോറിറ്റി ഓഡിയൻസിന് സിനിമ അത്ര ദഹിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഹാർഡ് വർക്കിനെ, അത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തെടുത്ത ഒരു ആക്ഷൻ ഫിലിം എന്നുള്ള രീതിയിൽ എനിക്ക് വേണമെങ്കിൽ ആ സിനിമയെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, ബൈ.